ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവി ആയിട്ടുള്ള ഹാർട്ട് ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് വരുന്ന ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഇതിന്റെ വൺ ലൈൻ പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ മറക്കാതെ ഒരു ലൈക്കും, ഇത്ര മാത്രം മതി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവളുടെ പേര് മീര. അവളാണെങ്കിലോ ഇപ്പൊ ഒരു റൂമിനകത്തേക്ക് എത്തിയിങ്ങനെ നോക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ലേഡി ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ പേര് യൂന. കൂടാതെ യൂന ആണെങ്കിൽ ഒരു വലിയ സിംഗറാണ്. അപ്പോൾ മീര ആയാലും പതി അകത്തേക്ക് വന്നിട്ട് എന്റെ പേര് മീര എന്നാണ്. എനിക്കറിയാം, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് എന്നും പറഞ്ഞ് മീരയെ അടുത്തേക്ക് ഇരുത്തിയിട്ട്, അല്ല നിന്റെ അച്ഛൻ വന്നില്ലേ? ഇല്ല, അച്ഛനൊരു മീറ്റിംഗിലാണ് എന്നിങ്ങനെ മീര പറയും. ഇപ്പോൾ മീരയുടെ അച്ഛനെ കാണിക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ ആണ്. ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കുന്നു. അതുപോലെ ഇയാൾക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ തന്നെ നശിപ്പിച്ചു കളയും. അങ്ങനെ ആ ഒരു ബിസിനസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അയാളാണെങ്കിൽ നേരെ മീരയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അയാളായാലും നേരെ ഇവർ രണ്ടുപേരെയും വന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ മീരയോട് ചോദിക്കുന്നത്, ഇപ്പൊ എങ്ങനെയുണ്ട്, രണ്ടുപേരും നല്ലതുപോലെ പരിചയപ്പെട്ട് അടുത്തു തുടങ്ങിയോ എന്ന് പറയുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, ഇപ്പോൾ മീരയുടെ അമ്മ അവർ മരിച്ചുപോയി. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടാമത്തെ ലേഡിയാണ് യൂന എന്ന് പറഞ്ഞ ഈ ഒരു സിംഗർ. അപ്പൊ എന്തായാലും മീരയുടെ സ്റ്റെപ്പ് മദർ ആണ്. അതുകൊണ്ട് തന്നെ അവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ മൂന്നുപേരും ഇപ്പോൾ ഒരുമിച്ച് കാണുന്നത്. അതേസമയം മീര നോക്കുമ്പോൾ യൂനയുടെ കയ്യിൽ ഒരു വലിയ ബുക്കുണ്ട്. അപ്പോൾ മീര ചോദിക്കും, അല്ല ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയും, ഇത് ഞാൻ തന്നെയാണ് കൊടുത്തത്. കാരണം നീ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ വളരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ബുക്കിൽ നിന്റെ അമ്മ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നിന്റെ ഫോട്ടോ ഉൾപ്പെടെ. കൂടാതെ ഞാൻ ഇവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ യുവനെയും നിന്റെ അമ്മയല്ലേ, അവർക്കും എല്ലാ കാര്യം അറിയണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്ക് കൊടുത്തതെന്ന് പറയുമ്പോൾ മീരയായാലും വളരെ വിഷമിച്ചിട്ട്, ഇപ്പൊ ആരൊക്കെ ഈ ഒരു ബുക്ക് വായിച്ചാലും എന്റെ അമ്മയെ പോലെ അവരാരും ആവാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാണ്. വേറെ ഒന്നുമല്ല, മീരയ്ക്ക് എന്തായാലും മറ്റൊരു അമ്മയെ ആവശ്യമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം കാണിക്കുകയാണ്. ആ ഒരു ബിസിനസ്മാൻ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഇപ്പോൾ യൂന എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ നടക്കുന്നു. അവർക്കാണെങ്കിൽ ഈ ഡയമണ്ട് വെച്ച് വാച്ചെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു രീതിയിൽ സന്തോഷിക്കുന്ന സമയത്ത് ഇവിടെ മീരയെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോൾ ഒരു ക്ലബ്ബിൽ പാട്ടെല്ലാം കേട്ട് നല്ലതുപോലെ ഡാൻസ് എല്ലാം കളിച്ച് അവളുടെ ഇഷ്ടത്തിന് നടക്കാണ്. കാരണം ചോദിക്കാനായിട്ട് ആരുമില്ല. ആ ഒരു സമയത്താണ് ഈ ഒരു ക്ലബ്ബിൽ തന്നെ അവളുടെ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഫോണിൽ ലീക്ക്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ വരുന്നു. അത് ആരുടേതാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് യൂന എന്ന് പറഞ്ഞിട്ട് മീരയുടെ അച്ഛനെ കല്യാണം കഴിച്ച ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവര് വേറൊരുത്തനായിട്ട് നിൽക്കുന്ന വീഡിയോ ആണ് അതിലുള്ളത്. അപ്പൊ ഇവരായാലും, ഹേയ് ഇത് മീരയുടെ രണ്ടാനമ്മയല്ലേ, ഓക്കെ ഇത് എന്തായാലും മീരയെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ട് മീരയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ മീര പെടുന്ന ഷോക്കായിട്ട് നേരെ യൂന എന്ന് പറഞ്ഞ ഒരു ലേഡിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇതുപോലെ ഞാൻ ഈ ഒരു ക്ലബിലുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ യൂനയാണെങ്കിലോ അവളുടെ അച്ഛനോടൊപ്പം ഇരിക്കല്ലേ. അപ്പൊ അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ ഒരു ക്ലബിലേക്ക് ചെല്ലാൻ പറഞ്ഞ്. അപ്പൊ ആ ഒരു ബിസിനസ്മാൻ പറയും, അങ്ങനെയാണല്ലേ, എന്റെ മകൾ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ, അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ എനിക്കുള്ള ഒരേ ഒരു വിഷമം എന്താണെന്ന് വെച്ചാല് അവൾ ഇതുവരെ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ അവളായിട്ട് തന്നെ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അതുകൊണ്ട് നീ എന്തായാലും പോയിട്ട് അവളോട് സംസാരിക്കുക. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒന്നിച്ചാൽ മാത്രമേ നമുക്ക് മൂന്ന് പേർക്കും ഒരു ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ യൂനയാണെങ്കിലും ഓക്കെ ശരി, ഞാൻ എന്തായാലും പോയി അവളെ കാണാമെന്നും പറഞ്ഞ് നേരെ ആ ഒരു ക്ലബിലേക്ക് വരികയാണ്. ക്ലബിലേക്ക് വരുമ്പോഴത്തേക്കും മീരയാണെങ്കിലും നല്ലതുപോലെ കുടിച്ച് ബോധമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ യൂനയാണെങ്കിലും നേരെ അവളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു ബാറിനകത്ത് വെച്ച് എന്താണ് സംഭവിച്ചത്, ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നൊന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല. പെട്ടെന്ന് മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും യൂനയുടെ വീടിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അതുമല്ല അവിടെയും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ നാട് റോഡിലൂടെ ഒരു കാറ് നിയന്ത്രണമില്ലാതെ തലങ്ങും വിലങ്ങുമായിട്ട് ഇങ്ങനെ ഓടിക്കാണ്. അവിടെ കിടക്കുന്ന മിക്ക കാറുകളിലും കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ട്. അത് ഓടിക്കുന്നത് ആരാണെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോഴത്തേക്കും രാത്രി ഏകദേശം ഒരു 2:30 മണി. ഈ ഗവൺമെന്റ് വക്കീലന്മാരുണ്ടല്ലോ, അവരെല്ലാവരും ഒരിടത്ത് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കുടിക്കാണ്. ആ ഒരു സമയത്ത് ടി-വിയിൽ ഒരു ന്യൂസ് വരുന്നു. ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാല് ഫേമസ് സിംഗർ ആയിട്ടുള്ള യൂന അവരുടെ വീടിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടില് മരിച്ചു കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഇത് അവിടെ ഇരുന്ന് കാണുന്ന ഒരു ഗവൺമെന്റ് ലോയർ, അയാളുടെ പേര് കിം എന്നാണ്. അവൻ അപ്പൊ തന്നെ ആ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ബിസിനസ്മാന്റെ കാമുകിയാണ് യൂന. നമ്മുടെ ബിസിനസ്മാൻ ആണ് വൈഫ് എന്നും പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ ഇവര് ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല, രണ്ടുപേരും പ്രണയിച്ച് നടക്കാണ്. അതുപോലെ നമ്മുടെ ബിസിനസ്മാൻ ആണെങ്കിൽ ഇതിനു മുന്നേ തന്നെ വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു കേസ് നോക്കിയതും ഈ ഒരു വക്കീലാണ്. പക്ഷെ ആ ഒരു കേസിൽ ഒരു കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഈ ഒരു കേസിലെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലോയർ ആയാലും നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ആ ഒരു ഭിത്തിയിലുണ്ടല്ലോ
രക്തം തെറിച്ചിങ്ങനെ കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആ ഒരു CCTV ക്യാമറ അത് ചെക്ക് ചെയ്ത് നോക്കാന്നും പറഞ്ഞിട്ട് ആ ഒരു ക്യാമറ റൂം ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത് മുഴുവനായിട്ട് കത്തിച്ച് കളഞ്ഞേക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോ ഇത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പോലീസുകാർക്ക് ഇപ്പം മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ CCTV ഇല്ലാതെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കും എന്ന് ആ ഒരു ഗവൺമെന്റ് ലോയർ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു പാർക്കിംഗ് സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് വില കൂടിയ കാറുകളുണ്ട്. അതിലെല്ലാം എന്തായാലും ഡാഷ് ക്യാം ഉണ്ടാവും. അങ്ങനെ അതെല്ലാം ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവിടേക്ക് ഇങ്ങനെ പോവാണ്. അതുപോലെ ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇന്നലെ ആ ഒരു റോഡിലൂടെ മോശമായിട്ടുള്ള രീതിയിൽ ഒരാൾ കാർ ഓടിച്ചിട്ട് പോയിരുന്നല്ലോ. ആ ഒരു കാറ് പോലീസ് കണ്ടുപിടിക്കുന്നു. അത് ഓടിച്ചത് വേറെ ആരുമല്ല, ആ ഒരു ബിസിനസ്മാന്റെ മകളായിട്ടുള്ള മീര എന്ന് പറഞ്ഞ അവളാണ്. അങ്ങനെ മീരയെ നേരെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പൊ അവളെ കാണാൻ വേണ്ടി അവളുടെ അച്ഛൻ വരികയാണ്. എന്നിട്ടാണ് പറയുന്നത്, ഇതുപോലെ നിന്റെ സ്റ്റെപ്പ് മദർ യോന അവര് മരിച്ചുപോയി. സത്യം പറയും, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എന്താ സംഭവിച്ചത്? അവൾ ഇന്നലെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇതിൽ നിന്ന് ഞാൻ രക്ഷിക്കാം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മീരയായാലും പറയും, സത്യം പറയാലോ വെച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ നല്ലതുപോലെ കുളിച്ചിരുന്നു. അതുപോലെ ആ ഒരു സ്ത്രീക്ക് വേണ്ടി അച്ഛൻ ഒരിക്കലും ഇങ്ങനെ വന്ന് സംസാരിക്കരുത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവളുടെ അച്ഛനായാലും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് യൂനയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തുകയാണ്. അതുപോലെ അയാളാണെങ്കിലും നല്ല വിഷമത്തിലിരിക്കുമ്പോൾ ഇവിടെ യൂനയെ അവസാനമായിട്ട് കാണണമെന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് അയച്ചത് നമ്മുടെ മീരയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും മീരയായിരിക്കും അവരെ കൊന്നത് എന്നുള്ള രീതിയിൽ കുറ്റം മുഴുവൻ നമ്മുടെ മീരയ്ക്കായിട്ട് അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മീരയുടെ അച്ഛനാണെങ്കിലും ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. ഇതിൽ ഇവർ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, മീരയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള കാര്യമാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് അയാളുടെ ഡ്രൈവർ പെട്ടെന്ന് മീരയുടെ ലാപ്ടോപ്പ് കൊണ്ടുവന്ന് അയാൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ബിസിനസ്മാനെ ഇനി മുതൽ നമുക്ക് എന്തായാലും ജോൺ എന്ന് വിളിക്കാം. അങ്ങനെ ജോൺ ആയാലും ആ ഒരു ലാപ്ടോപ്പ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു ഗെയിമുണ്ട്. അതിലെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാല് മീരയുടെ സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള യൂന ഉണ്ടല്ലോ, അവരെ പോലൊരു ക്യാരക്ടറും അതേപോലെ തന്നെ മീരയെ പോലുള്ളൊരു ക്യാരക്ടറും അതിൽ മീര വന്ന് അവരെ കൊല്ലുന്നത് പോലെയാണ് ആ ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം അവൾക്ക് യൂനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം വല്ല കോടതി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൺഫേം ആയിട്ട് അവളെ ഒരിക്കലും പുറത്തേക്ക് വിടത്തില്ല. അപ്പോൾ നമ്മുടെ ജോൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം പെട്ടെന്ന് ലീക്ക് ചെയ്യാൻ പറയും. സാർ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീരയ്ക്കാണ് അത് വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ ആണ് പ്രധാനം. ഇപ്പൊ ആ ഒരു ഷെയർ വാല്യൂ അത് കൂടണം, അതാണ് ഇവിടെ പ്രധാനം എന്നും പറഞ്ഞിട്ട് ജോൺ പെട്ടെന്ന് തിരിയുമ്പോൾ സ്വന്തം മകള് ജയിലിൽ കിടക്കുന്നു. എന്നിട്ട് ഒരു അച്ഛൻ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ജോൺ വിചാരിച്ചു കഴിഞ്ഞാല് വലിയ വക്കീലന്മാരെല്ലാം കൊണ്ടുവന്നിട്ട് അവളെ സിമ്പിളായിട്ട് പുറത്തിറക്കാൻ കഴിയും, പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ മീരയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ലോയറിനെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ പേര് ചോയി എന്നാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജീവിക്കുന്നത്, പക്ഷേ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു വഴിയിൽ അവരൊരിക്കലും പോകത്തില്ല. അങ്ങനെ ചോയി ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു കേസിലേക്ക് ഇറങ്ങി ആദ്യം തന്നെ നമ്മുടെ മീരയെ പോയി കാണുകയാണ്. എന്നിട്ടാണ് മീരയോട് ചോദിക്കുന്നത്, ശരി എന്താ അവിടെ അന്ന് സംഭവിച്ചത്? ഓർമ്മയുള്ള കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ ഞാൻ നല്ലതുപോലെ കുടിച്ചതുകൊണ്ട് എനിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ഞാൻ അന്ന് അവരോട് മെസ്സേജ് അയച്ച് അവിടേക്ക് വരാൻ പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യവും എനിക്ക് ഓർമ്മയില്ല എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ലോയർ ചോയി ആണെങ്കിലും നേരെ ജോണിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ജോൺ ചോദിക്കുന്നത്, അല്ല എന്റെ മകൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൾ ചെറിയൊരു പെൺകുട്ടിയല്ലേ, അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം അത് നിങ്ങൾക്ക് അറിയത്തില്ല. അവൾക്ക് എന്റെ ഭാര്യയോട് അത്രയും ദേഷ്യമായിരുന്നു. ഈ ഒരു വർഷത്തിനിടയിൽ 1-2 തവണ മാത്രമേ അവൾ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയവും ആ ഒരു ബാറിലേക്ക് പോയിട്ട് അവിടെയാണ് അവൾ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എനിക്ക് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രസിന്റെ മുന്നിലേക്ക് വന്നിട്ടാണ് ജോൺ പറയുന്നത്, എന്റെ മകൾ ഒരിക്കലും ഈ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു വക്കീലിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ചോയിയെ ഇവർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. അപ്പോഴേക്കും ചോയി ആണെങ്കിലും പറയും, ഈ ഒരു കേസിലുള്ള യഥാർത്ഥ സത്യങ്ങൾ എന്തായാലും പുറത്തു വരും, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് അത് കഴിഞ്ഞിപ്പോൾ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും യൂനോ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളൊരു കമ്പ്യൂട്ടർ സിമുലേഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ ചെയ്ത് കാണിക്കാണ്. ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും കാറ് നിയന്ത്രണമില്ലാതെ യൂനയെ കൊണ്ടുവന്നിരിക്കുന്നു. യൂനയാണെങ്കിൽ നേരെ തെറിച്ച് ആ ഒരു ഭിത്തിയിലേക്ക് വന്ന് തലയിടിച്ച് അവിടെയാണെങ്കിൽ ഒരു ആണി ഉണ്ടായിരുന്നു, അതിൽ ഇവരുടെ തല ഇടിച്ചിട്ടാണ് രക്തം ഒരുപാട് പോയിട്ട് ആ ഒരു സ്ത്രീ മരിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു ഗസ് മാത്രമാണിത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോണിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളിപ്പോ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു കടയുടെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ പൂട്ട് ചുറ്റിയിൽ വെച്ച് അടിച്ച് തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഷട്ടറിലേക്ക് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു സെൻസർ വർക്കായിട്ട് ആ ഒരു കടയുടെ അടുത്തുള്ള ക്യാമറ വർക്കാവുന്നു. അതേ സമയം തന്നെ ഈ ഒരു കാര്യം വേറെ എവിടെയുള്ള ആരോ ഒരാള് അയാളുടെ മൊബൈലിലൂടെ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈവറിന് മനസ്സിലായി ആരോ ഒരാൾ തന്നെ ക്യാമറയിലൂടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. അതേസമയം നമ്മുടെ ജോൺ ആണെങ്കിലും ആ ഒരു ഡ്രൈവറിനെ വിളിച്ചിട്ട്, അവൻ ഇതുവരെയും കണ്ടുപിടിച്ചോ? ഇല്ല സാർ, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, ഉടനെ തന്നെ കണ്ടുപിടിക്കും. അതുമല്ല അവനിപ്പോൾ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാരെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കോടതിയിൽ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതില് മീര കൊല ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ചോയിയും
മീര കൊല ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റ് ലോയർ ആയിട്ടുള്ള കിമ്മും വാദിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിം നേരെ മീരയോട് വന്ന് ചോദ്യം ചോദിക്കുകയാണ്. ശരി, അന്ന് രാത്രി എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മീര സാധാരണ പറയുന്നത് പോലെ തന്നെയാണ് അവൾ നല്ലതുപോലെ കുടിച്ചിരുന്നു. അവളുടെ സ്റ്റെപ്പ് മദറിനോട് അവിടേക്ക് വരാനായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചെന്ന് അവൾക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ നമ്മുടെ കിം ആണെങ്കിൽ മറന്നതാണോ അതോ മറന്നെന്നുള്ള കാര്യം പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? അപ്പോഴേക്കും നമ്മുടെ ലോയർ ചോയ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് യുവർ ഓണർ, ഞാൻ എന്തായാലും മീരയെ ചോദ്യം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട്, മീര, അന്ന് രാത്രി നീ എന്തോരം കുടിച്ചിരുന്നു? അല്ല, അത്രയും കുടിച്ചിട്ട് നീയാണോ ആ ഒരു കാർ ഓടിച്ചിട്ട് പോയത്? എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, സാധാരണ ഞാൻ അത്രയും കുടിച്ചു കഴിഞ്ഞാൽ എന്റെ ഡ്രൈവറാണ് എന്നെ വന്ന് വിളിച്ചോണ്ട് പോകുന്നത്. പക്ഷെ അന്ന് രാത്രി അയാൾ വന്നോ ഇല്ലയോ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. യുവർ ഓണർ, നിങ്ങൾ തന്നെ കേട്ടല്ലോ, മീരയാണ് അവരെ കാർ ഇടിച്ച് കൊന്നതെന്നുള്ള ഒരു തെളിവ് പോലും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അവളുടെ സ്റ്റെപ്പ് മദറിനോട് ആ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് പറഞ്ഞൊരു മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് അവളെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ അവളാണ് കുറ്റക്കാരിയെന്ന് എല്ലാവരും പറയുന്നത്. അതൊരിക്കലും നമുക്ക് ഉറപ്പിക്കാനും കഴിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരുപക്ഷെ മീരയല്ലായിരിക്കാം യുവിനെ കൊന്നത് എന്നുള്ള ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എല്ലാവരും എത്തുന്നത്. അങ്ങനെ ആ ഒരു ഹിയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം വീണ്ടും അടുത്ത ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതേസമയം അന്ന് രാത്രി കാണിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ലോയർ ആയിട്ടുള്ള കിം ഉണ്ടല്ലോ, അവന്റെ ആളുകളുടെ കൂടെ നിന്നിങ്ങനെ ചർച്ച ചെയ്യാണ്. മീരയ്ക്കാണെങ്കിൽ അവളുടെ രണ്ടാനമ്മയെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തായാലും അവൾ തന്നെയായിരിക്കും അവരെ കൊന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അവൾ കൊന്നത് ആ ഒരു കാരണം മാത്രമാണ് നമുക്കറിയാത്തത്. അതെന്തായിരിക്കും എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ മീര ഇതുപോലെ യുവിനയെ ആ ഒരു ക്ലബിലേക്ക് വരാൻ പറഞ്ഞ് ആ ഒരു മെസ്സേജ് അയക്കുന്നു. അത് കഴിഞ്ഞ് യുവിനെയാണെങ്കിൽ ആ ഒരു ക്ലബിലേക്ക് വരുന്നു. അവിടെ വെച്ച് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞിട്ട് യുനോ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വന്നു. പക്ഷെ അവളുടെ പുറകെ തന്നെ മീരയും ഉണ്ടായിരുന്നു. അങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് മീര യുനയ്ക്ക് വീണ്ടും ഒരു കോൾ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു പാർക്കിംഗ് സ്ഥലത്ത് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ട് ഇപ്പൊ അവിടെ വെച്ചായിരിക്കാം മീര കാർ കൊണ്ട് യുനെ ഇടിച്ച് കൊന്നിട്ടുള്ളത്. അതുമല്ല, യുനെ കൊല്ലാനായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാരണം മീരയ്ക്ക് ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരുത്തം പറയുന്നത്, ആ ഒരു ക്ലബിലേക്ക് യുനോ മീരയെ കാണാനായിട്ട് വന്നല്ലോ. ആ ഒരു സമയത്ത് മീരയും യുനയും തമ്മിൽ ആ ഒരു ക്ലബിൽ വെച്ച് നല്ല രീതിയിൽ വഴക്കുണ്ടായിരുന്നു. ആ ഒരു കാര്യം മീരയുടെ ഫ്രണ്ട് തന്നെ ഒരാൾ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് സാക്ഷിയാക്കി നിർത്തി കഴിഞ്ഞാല് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും അടുത്ത ദിവസം കോടതിയില് മീരയുടെ ഫ്രണ്ടിനെ കൊണ്ടുവരാണ്. എന്നിട്ട് കിം ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കും, ശരി, എന്താ അന്ന് ആ ഒരു ക്ലബിൽ നടന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ക്ലബിൽ നടന്ന കാര്യം എന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. യുനോ മീരയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നു. മീരയാണെങ്കിൽ അവരെ കണ്ടിട്ട് അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരു ബാത്റൂമിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മീര യുനയെ നോക്കിയിട്ട് പറയുന്നത്, നിങ്ങളൊരു പഠിച്ച കളി തന്നെയാണ്. നിങ്ങൾക്ക് മറ്റൊരാളായിട്ട് ഒരു ബന്ധം വെച്ചുകൊണ്ട് എന്റെ അച്ഛനെ ഇത്രയും കാലം പറ്റിക്കുമായിരുന്നല്ലേ. ഇപ്പൊ ആ ഒരു വീഡിയോ നല്ലതുപോലെ ലീക്ക് ആയിട്ടുണ്ട്. അതെന്റെ അച്ഛനോ എല്ലാം കാണിച്ചു കഴിഞ്ഞാല് നിന്റെ അവസ്ഥ അത്രേ ഉണ്ടാവത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും യുനോ ആണെങ്കിലും, ഓ അത്രേ ഉള്ളൂ, ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്. ശരി, ആ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ട് നിന്റെ അച്ഛനെ ഒന്ന് കാണിച്ചേ. ആൾറെഡി ഈ ഒരു കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛനറിയാം. അതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഈ ഒരു ബന്ധം കൊണ്ടുപോകുന്നത്. അപ്പോ മീര പറയും, ശരി, എന്റെ അച്ഛന് നിന്നെപ്പോലൊരു സ്ത്രീയെ വേണമായിരിക്കാം, പക്ഷെ എനിക്ക് ഒരിക്കലും നിന്നെപ്പോലൊരു അമ്മയെ വേണ്ട. അങ്ങനെ ഇത് കേൾക്കുന്നതും യുനോ പെട്ടെന്ന് മീര അടിക്കാൻ തുടങ്ങുന്നതും രണ്ടുപേരും പെട്ടെന്ന് വഴക്കുണ്ടാക്കാണ്. ആ ഒരു സമയത്ത് അവിടേക്ക് ആളുകളെല്ലാം വന്ന് ഇവർ രണ്ടുപേരും തടയുന്നുണ്ട്. അപ്പോഴേക്കും മീരയുടെ ദേഹത്ത് നിന്നും ആ ഒരു ഡ്രസ്സിലുണ്ടായത് ഒരു മുത്ത് അത് താഴേക്ക് വീഴുന്നു. അതൊരു തെളിവായിട്ട് ഇവർ എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്രണ്ട് ആണെങ്കിലും ഇതൊരു തെളിവായിട്ട് കോടതിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്നതും ഇപ്പൊ മരിച്ചുപോയ യുനോ ആയിട്ട് നമ്മുടെ മീര വഴക്കുണ്ടാക്കി എന്നുള്ള കാര്യം കോടതിയിൽ തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദേഷ്യത്തിലായിരിക്കാം മീര യുനയെ കൊന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കിം വക്കീല് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ആ ഒരു ലീക്ക് ആയിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതും ഇപ്പൊ കോടതിയിൽ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ജോണിനായാലും എന്തോ പോലെ ആവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഹിയറിംഗ് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോൺ ഇപ്പോ കിമ്മിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, സാർ, ഇനി ഒരു വട്ടം കൂടി എന്റെ ഭാര്യയുടെ വീഡിയോ അതൊരിക്കലും കോടതിയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുന്നിൽ കാണിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ കിം ചോദിക്കും, അല്ല, ഞാൻ വിചാരിച്ചു എന്റെ മകളെ രക്ഷിക്കണം, അവൾക്കെതിരെ ഒന്നും കൊണ്ടുവരരുത് എന്നെല്ലാം പറയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് മരിച്ചുപോയ ഒരു സിംഗറിന് വേണ്ടിയിട്ടാണല്ലോ, അല്ല നിങ്ങളുടെ മകളെയും കാട്ടി പ്രധാനമാണോ അവര്? ദയവ് നോക്ക് സാർ, ഈ ഒരു കേസിൽ എന്താണോ സത്യം അതായിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കിം അവിടെ നിന്ന് എഴുന്നേറ്റൊക്കെ പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ചോയിയെ കാണിക്കുമ്പോൾ ചോയ് വീട്ടിലിരുന്ന് ഈ ഒരു കേസിനെ പറ്റി പഠിക്കാണ്. അതേസമയം ചോയിയുടെ കൂടെ തന്നെ അവരുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും മരിച്ചുപോയ യുനോ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് മരിച്ചുപോയ ഒരു സിംഗർ ഉണ്ടല്ലോ അവരുടെ ഒരു വലിയ ആരാധകനെ കണ്ടുപിടിക്കുകയാണ്. അതുപോലെ ഈ ഒരു ഫാൻ ബോയ് ചെയ്ത കാര്യം എന്താണെന്നറിയോ, ആ ഒരു സിംഗറിന്റെ വീട്ടില് അവര് പോലും അറിയാതെ ക്യാമറ എല്ലാം വെച്ചിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ഈ ഒരു കാര്യം അറിഞ്ഞ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സിംഗർ ആയിട്ടുള്ള യുനോ തന്നെയാണ് ഇത് തന്റെ വലിയ ഫാനാണ്, അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ജയിലിൽ നിന്നും പുറത്തിറക്കിയത്. അപ്പൊ ഈ ഒരു ഫാൻ ബോയിയുടെ ജോലി എന്താണെന്ന് വെച്ചാല് യുനോ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവളെ ഫോളോ ചെയ്ത് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് അവന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. അപ്പൊ അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ള രീതിയിൽ
ആ ഒരു ഫാൻ ബോയിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതൊരു CCTV ക്യാമറ ഷോപ്പാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ജോൺ ആ ഒരു ഡ്രൈവറിനെ പറഞ്ഞു വിട്ടത്. ഇതിനു മുന്നേ ഒരു സീനിൽ നമ്മൾ കണ്ടിരുന്നല്ലോ. അതേസമയം ഇവിടെ നമ്മുടെ ചോയ് അവിടേക്ക് വരുമ്പോൾ ആ ഒരു ഷോപ്പ് ക്ലോസ് ആണ്. അങ്ങനെ ചോയ് ആണെങ്കിലും പതിയെ ആ ഒരു ഷട്ടറിലേക്ക് ഇങ്ങനെ തൊടുന്നതും പെട്ടെന്ന് അവിടെയുള്ള ക്യാമറ എല്ലാം ആക്റ്റീവായിട്ട് വേറെ എവിടെ ഇരിക്കുന്ന ഒരുത്തൻ അവന്റെ ഫോണിലൂടെ ചോയ് അവിടെ വന്നതായിട്ടുള്ള കാര്യമെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ തന്നെയാണ് ആ ഒരു സിംഗറിന്റെ ഫാൻ ബോയ്. പക്ഷേ ആര് കടയിൽ വന്നാലും ഈ ഒരു സെൻസറിൽ തൊട്ട് ഈ ഒരു ക്യാമറ വഴി ഇവൻ എന്തുകൊണ്ടാണ് അവരെല്ലാവരും ഇങ്ങനെ നിരീക്ഷിക്കുന്നത് എന്ന് മാത്രം നമുക്ക് അറിയത്തില്ല. അതുമല്ലാതെ ഇവിടെ ചോയുടെ കയ്യിൽ ഈ ഒരു ഫാൻ ബോയുടെ മൊബൈൽ നമ്പറൊക്കെ ഉണ്ട്. അത് വെച്ച് വിളിച്ചു നോക്കുമ്പോഴും അവൻ ഫോൺ എടുക്കുന്നില്ല. ഓക്കെ, എന്തായാലും അവൻ ഈ ഒരു കടയിലേക്ക് വന്നേ പറ്റൂ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ചോയ് അവിടെ തന്നെ ഇരിക്കാണ്. വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ വെയിറ്റ് ചെയ്ത് രാത്രിയായി. അതേസമയം ഈ ഒരു ഷോപ്പിന് കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ജോണിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, അവനും വന്നിരിക്കുന്നുണ്ട്. ചോയെ കാണുന്നത് കൊണ്ട് തന്നെ അവൻ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാതെ ആ ഒരു കാറിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവൻ എന്തായാലും വരത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വക്കീല് ചോയ് ഉണ്ടല്ലോ, അവള് പതിയെ അവളുടെ കാറും എടുത്ത് അവിടെ നിന്നങ്ങ് പോവാണ്. അപ്പൊ അവൾ അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ റേസ് ചെയ്തിട്ട് നല്ല വേഗതയിൽ കൊണ്ടുവന്ന് ആ ഒരു ഫാൻ ബോയിയുടെ കടയിലേക്ക് ഇടിച്ചങ്ങ് കയറ്റാണ്. അതേസമയം ചോയ് ആണെങ്കിലോ അധിക ദൂരം പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതും കുറച്ചു നേരം ചോയിയുടെ കൺട്രോൾ പോയിട്ട് അവളും വണ്ടി കൊണ്ടുവന്ന് വേറൊരിടത്ത് ഇടിച്ചങ്ങ് കയറ്റുന്നു. അതേസമയം ഈ ഒരു ഷോപ്പിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രൈവർ ഇപ്പോൾ കാറിൽ നിന്നിറങ്ങി ഈ ഒരു കടയ്ക്കകത്ത് എന്തോ ഒരു കാര്യം ഇങ്ങനെ നോക്കാണ്. അതുമല്ല, അതിനകത്ത് ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. ആ ഒരു ഫ്രിഡ്ജിലാണെങ്കിലോ ലോക്ക് എല്ലാം ചെയ്തു വെച്ചേക്കുന്നു. അങ്ങനെ ആ ഒരു ഫ്രിഡ്ജിന്റെ ആ ഒരു ലോക്ക് അതും തകർത്ത് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് ഫ്രിഡ്ജൊന്നുമല്ല, അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് ഹാർഡ് ഡിസ്കുകളാണ്. അങ്ങനെ അതെല്ലാം ഒരു ബാഗിലേക്കാക്കി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടേക്ക് പോലീസ് വരുന്നു. ഇപ്പൊ പോലീസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാർഡ് ഡിസ്ക് എന്തായാലും അവരുടെ കയ്യിൽ പോകും. അതുകൊണ്ട് ആ ഒരു ബാഗ് എടുത്ത് കുറച്ച് ദൂരേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഇവൻ നേരെ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ പോലീസ് എല്ലാവരും പോയതിനു ശേഷമാണ് നമ്മുടെ ചോയ് നേരെ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഇവൻ ഈ ഒരു കാർ എന്തുകൊണ്ട് ഈ കടയ്ക്കകത്തേക്ക് ഇടിച്ചു കയറ്റണം എന്നുള്ള രീതിയിൽ ആ ഒരു കാറിനകം മുഴുവനായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഒന്നും കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ആ ഒരു ബാഗ് കിടക്കുന്നത് അവർ കാണുന്നത്. അങ്ങനെ ചോയ് ആണെങ്കിലും ആ ഒരു ബാഗ് കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ ആ ഒരു ഡ്രൈവറിനോട് പോലീസുകാർ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു കാർ ഷോപ്പിനകത്തേക്ക് ഇടിച്ചു കയറ്റിയെന്ന് ചോദിക്കുമ്പോൾ, സാർ ഇതുപോലെ എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല, നിയന്ത്രണമില്ലാതെ അതിനകത്തേക്ക് ഇടിച്ച് കയറ്റുമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൻ എന്തായാലും അതെന്നും തലയൂരാണ്. അതേസമയം ഇവിടെ ആ ഒരു ഫാൻ ബോയ് ഉണ്ടല്ലോ, അവനിപ്പോ പതിയെ ആ ഒരു കടയ്ക്കകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും കട ആകെ നാശമായിട്ട് കിടക്കുന്നു. അവനായാലും നേരെ വന്നിട്ട് ആ ഒരു ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഹാർഡ് ഡിസ്ക് പോലും ഇല്ല. അങ്ങനെ അവനായാലും പെട്ടെന്ന് അവിടെ നിന്ന് തിരിയുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. അവിടെ നമ്മുടെ ജോൺ ഉണ്ട്, ആ ഒരു ബിസിനസ്മാൻ. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, അപ്പോൾ എന്റെ ഷോപ്പ് തകർത്ത് ഈ ഒരു ഹാർഡ് ഡിസ്ക് എല്ലാം എടുത്തത് നിങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ, അതെടുത്തെങ്കിൽ പിന്നെ ഞാൻ എന്തിനും ഇവിടെ ഉണ്ടാവണം, അതിപ്പോ ആരെടുത്തോണ്ട് പോയെന്നും എനിക്കറിയത്തില്ല. അതുപോലെ എന്റെ വൈഫ് യൂന, അവള് മരിച്ചുപോയ ആ ഒരു സ്ഥലത്തെ CCTV ഫൂട്ടേജ് അതും ആരോ നശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം അത് ചെയ്തത് നീയാണെന്ന്. അവിടെയുള്ള എല്ലാ ഫുട്ടേജും നീ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കൊലപാതകം എങ്ങനെയാണ് സംഭവിച്ചത്, ആ ഒരു ഫുട്ടേജ് മാത്രം നിന്റെ കയ്യിലുണ്ട്. പറയ്, നിനക്ക് അതിനു വേണ്ടിയിട്ട് എത്ര രൂപ വേണം, എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ആ ഒരു ഫുട്ടേജ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ചോയെ കാണിക്കുമ്പോൾ ഓരോ ഹാർഡ് ഡിസ്ക് ആയിട്ട് എടുത്തിട്ട് ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് അതിങ്ങനെ കാണാൻ ശ്രമിക്കുകയാണ്. അതിലെല്ലാം സിംഗറായിട്ടുള്ള യൂനോ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ ആ ഒരു ഫാൻ ബോയ് എടുത്തത്. അതുമല്ല, ഇവർ നോക്കുമ്പോഴത്തേക്കും അവർ മരിച്ചുപോയ ആ ഒരു പാർക്കിംഗ് സ്ഥലം ഉണ്ടല്ലോ, അവിടെയുള്ള ഫുട്ടേജ് ഉണ്ട്. പക്ഷേ അവർ മരിച്ച ആ ഒരു സമയത്തുള്ള ഫുട്ടേജ് മാത്രമില്ല. അതാണിപ്പോ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആ ഒരു ഫാൻ ബോയെ കാണിക്കുമ്പോൾ അവനിപ്പോ ജോണിന്റെ കൂടെ നേരെ ആ ഒരു സിംഗർ യൂന ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. വേറെ ഒന്നുമല്ല, ഇവനിപ്പോ ആ ഒരു കേസിൽ ഇവരെ സഹായിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇവന് കുറച്ച് നിബന്ധനകളുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു സിംഗർ കിടക്കുന്ന ആ ഒരു ബെഡ് ഉണ്ടല്ലോ അവിടേക്ക് പോയി ഇങ്ങനെ കിടക്കാണ്. ഒരു വെറുത്തനമായിട്ടുള്ള ആരാധകനാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ യൂന ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രസ്സ് വാങ്ങുന്നു. കൂടാതെ അവരൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സോങ് എനിക്ക് വേണം, അത് ഞാൻ മാത്രമേ കേൾക്കാവൂ, അതൊരിക്കലും നിങ്ങൾ റിലീസ് ചെയ്യരുത് എന്നുള്ള രീതിയിലും ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മുടെ ജോൺ സമ്മതിച്ചിട്ട് ശരി, എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അവളെ കൊല ചെയ്ത ആ ഒരു സമയത്തുള്ള വീഡിയോ ഫുട്ടേജ് അത് മാത്രം മതി ഇങ്ങനെ പറയുമ്പോൾ ഇവൻ പറയും, ഞാൻ അത്രയും ആരാധിക്കുന്ന അവരെ കൊന്ന ആ ഒരുത്തനെ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് അവകാശമുണ്ട്, അവനെ ഞാൻ വെറുതെ വിടുമെന്നാണോ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോണിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും ഈ ഒരു ഹിയറിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമല്ല, യഥാർത്ഥ ആ ഒരു ഫുട്ടേജ് ഉണ്ടല്ലോ അത് കിട്ടിയാൽ മാത്രമേ ആരാണ് കൊന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ജോൺ ഇപ്പോ ഞാൻ തായ്ലൻഡിലേക്ക് പോവാണ് എന്നൊരു പേപ്പറിൽ നമ്മുടെ വക്കീലിന് എഴുതി കൊടുത്തിട്ട് ജോൺ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോ ചോയ് ചിന്തിക്കുന്നത് വേറൊന്നുമല്ല, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് ഇവിടെ നടക്കുന്നു, ഈ ഒരു സമയത്ത് ഇയാൾ എന്തിനാണ് തായ്ലൻഡിലേക്ക് പോകുന്നത്,
എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അതേസമയം ജോണിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ പാവം അവന്റെ വിഷമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലബ്ബിൽ പോയിട്ട് കുറേ ദിവസം അവിടെ തന്നെ കഴിയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കൊറിയയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോയും അതേപോലെ തന്നെ കിം ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരിടത്ത് ഇങ്ങനെ കുടിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവർ രണ്ടുപേരും എന്തോ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് നമ്മുടെ കിം പറയുന്നത്, സത്യം പറയല്ലോ ചോയ്, നീ ഒരു കേസിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു ബിസിനസ്മാൻ ജോൺ ഇത്രയും മോശപ്പെട്ട ഒരാള് ഈ ലോകത്ത് വേറെയില്ല. അതുമല്ല, അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല, ഈ ഒരു കേസ് ഒരുപാട് വലിച്ചു നീട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ബിസിനസ്മാൻ ഇതിൽ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അയാളുടെ മകള് ജയിലിലായിട്ടും അവള് രക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത പോലും അയാൾക്കില്ല. ഒരു തവണ എന്നോട് തന്നെ വന്ന് സംസാരിച്ചു, അയാളുടെ ഭാര്യയുടെ വീഡിയോ ഇതുപോലെ പബ്ലിക്കായിട്ട് എല്ലാരെയും കാണിക്കരുതെന്ന്. എന്നുള്ള കാര്യം നമ്മുടെ കിം പറയുമ്പോഴത്തേക്കും ചോയ്ക്കാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ ജോണിന്റെ മേലുള്ള ആ ഒരു സംശയം പതിയെ പതിയെ കൂടുകയാണ്. അങ്ങനെ ആ ഒരു കിം അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ ജോൺ ഉണ്ടല്ലോ, അയാൾ നേരെ ചോയിനെ വന്ന് കണ്ടിട്ട് അവളോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ നമുക്ക് കാണിക്കുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ കിമ്മിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അയാളുടെ അസിസ്റ്റന്റ് നേരെ അടുത്തേക്ക് വന്നിട്ട്, സാർ, നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടിയിട്ടുണ്ട്. മരിച്ചുപോയ യൂനോ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ കൊലപാതക വീഡിയോ, ആ ഒരു ഫുട്ടേജ് ആരുടെ കയ്യിലുണ്ടെന്ന് അയാൾക്ക് ഇപ്പോ സാറിനോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫോൺ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതും ആ വിളിക്കുന്നത് വേറെ ആരുമല്ല, യൂനോ എന്ന് പറഞ്ഞ ആ ഒരു സിംഗറിന്റെ ഫാൻ ബോയ് ഉണ്ടല്ലോ, അവൻ തന്നെയാണ്. അതേസമയം ഇവിടെ ചോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ചോയുടെ ഫ്രണ്ട് ആണെങ്കിലും പെട്ടെന്ന് ഹേയ് ഞാൻ അത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പാർക്കിംഗ് സ്ഥലത്ത് യൂന എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയും നമ്മുടെ ജോണിന്റെ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അതിൽ ആ ഒരു ഡ്രൈവർ ആണെങ്കിൽ യൂനയെ അടിക്കാനായിട്ട് കൈയെല്ലാം ഓങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ചോയ് ആണെങ്കിലും ഷടാ ഇത് പുതിയ ടെസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം കോടതിയിലെ ആ ഒരു ഡ്രൈവറിനെ ചോദ്യം ചെയ്യാനായിട്ട് നിർത്തുകയാണ്. അങ്ങനെ നമ്മുടെ ചോയ് ആണെങ്കിലും ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങാണ്. സംഭവം നടന്ന ആ ഒരു രാത്രി നിങ്ങൾ യൂനയുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡ്രൈവർ പറയുന്നത്, അതെ ഞാൻ പോയിരുന്നു. അതുമല്ല അവരുടെ ബോഡി ആദ്യം കണ്ടത് ഞാനാണ്, എന്നിട്ടാണ് ഞാൻ ആംബുലൻസിനെ വിളിച്ചത് എന്ന് പറയുമ്പോൾ ചോയ് ചോദിക്കും, ശരി നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, കള്ളം പറയരുത്, നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള CCTV ഫുട്ടേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുമല്ല മീരയാണെങ്കിലും അന്നത്തെ രാത്രി നല്ലതുപോലെ കുടിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും കാർ ഓടിക്കാൻ സാധ്യതയില്ല. മീരയുടെ കാർ ഓടിച്ചിട്ടുള്ളത് എന്തായാലും നീയാണ്. അതേപോലെ തന്നെ സിംഗറായിട്ടുള്ള യൂനിയെ കാർ ഇടിച്ച് കൊന്നത് നീ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ഡ്രൈവർ ചോദിക്കുന്നത്, അല്ല ഞാനിതിനാ അവരെ കൊല്ലേണ്ടത്? ഞാനിപ്പോൾ അവരെ കൊന്നിട്ട് എനിക്ക് എന്താ കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ജോൺ ഇടയ്ക്ക് ഇവരുടെ ഒരു കാര്യം പറയുമല്ലോ, ആ ഒരു കാര്യം എന്താണെന്ന് ഇവിടെ പറയുന്നത്. ഇതുപോലെ യൂനയ്ക്ക് ജോൺ ആ ഒരു ഡയമണ്ട് എല്ലാം പതിച്ച ഒരു വാച്ച് വാങ്ങി കൊടുത്തിരുന്നല്ലോ, ആ ഒരു വാച്ച് ആരോ വിൽക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അത് ആ ഒരു കടക്കാരൻ തന്നെ ജോണിനെ വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷെ ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ ജോൺ എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, യൂനയ്ക്ക് കൊടുത്ത ആ ഒരു വാച്ച് ആരോ മോഷ്ടിച്ച് വിൽക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് യൂനയായിട്ട് വഴക്കുണ്ടാക്കിയതേ അവളുടെ വാച്ച് മോഷ്ടിച്ചത് നീ ആയതുകൊണ്ടാണ്. ഈ ഒരു കാര്യം യൂനയെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇതൊരിക്കലും ജോണിനോട് പറയാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നീ അവരെ കാർ ഇടിച്ച് കൊന്നത് എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് ആ ഒരു ഡ്രൈവർ എഴുന്നേറ്റിട്ട് അതെ ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ ഇപ്പൊ ഇവനാണ് ആ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള രീതിയിൽ ഈ ഒരു കേസ് അവസാനിക്കുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കിം ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇതെല്ലാം വെറും നാടകം മാത്രമാണ്. സത്യത്തിൽ ജോൺ അവളുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന നാടകമാണിത്. മീരയാണോ കൊല ചെയ്തത് അതോ ഈ ഒരു ഡ്രൈവറാണോ കൊല ചെയ്തത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാർക്കിംഗ് ഏരിയയിലുള്ള CCTV ഫുട്ടേജ് കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ജഡ്ജി പറയും, പക്ഷെ ആ ഒരു കൺട്രോൾ റൂം മൊത്തമായിട്ടും കത്തിച്ചു കളഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ആ ഒരു ഫുട്ടേജ് കാണാൻ കഴിയും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫുട്ടേജ് ഉണ്ട് യുവർ ഓണർ. മരിച്ചുപോയ യൂനയുടെ ഒരു ഫാൻ ബോയ് ഉണ്ട്, അവന്റെ കയ്യിൽ ആ ഒരു ഫുട്ടേജ് ഉണ്ട്, അവൻ അതുമായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജോണും ആ ഒരു ഡ്രൈവറും മുഖത്തോട് മുഖം നോക്കി നല്ല രീതിയിൽ ഷോക്ക് ആവുന്നു. അപ്പൊ അവൻ ആ ഒരു ഫുട്ടേജ് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജോൺ ചോയെ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇല്ല സാർ, എനിക്ക് കിട്ടിയ ആ ഒരു ഫുട്ടേജിൽ ഡ്രൈവർ നിങ്ങളുടെ ഭാര്യ അടിക്കാനായിട്ട് പോയി, അതല്ല ഇപ്പൊ ഇവിടേക്ക് ഫുട്ടേജ് കൊണ്ടുവരുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ എങ്ങനെ ഇവിടെ വരാൻ കഴിയും? അവൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ജോൺ നല്ലതുപോലെ ടെൻഷൻ ആവുന്നു. ചോയ്ക്കാണെങ്കിൽ ഇപ്പൊ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം ജോൺ ആണെങ്കിലോ വെളിയിലേക്ക് വന്നിട്ട് അവന്റെ ആളുകളെയും കൊണ്ട് ആ ഒരു പാർക്കിംഗ് സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ഫാൻ ബോയ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് ജോൺ അടുത്തേക്ക് ചെന്നിട്ട്, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ, നിനക്ക് എത്ര വേണമെങ്കിലും പണം തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു ഫുട്ടേജ് മാത്രം ഇങ്ങ് തന്നാൽ മതി. പക്ഷെ നീയാണെങ്കിലോ ഇപ്പൊ അത് ഈ ഒരു കോർട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്നു, എന്താ ചെയ്യുന്നതെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, കാരണം ഞാൻ അവരുടെ ഏറ്റവും വലിയൊരു ഫാനാണ്, യഥാർത്ഥ കൊലയാളിയെ വെളിയിലേക്ക് കൊണ്ടുവരണം, അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ കോർട്ടിനകത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ജോണിന്റെ ആളുകളെല്ലാം കൂടി ചേർന്ന് ഇവനെ അങ്ങ് തടയാണ്. എന്നിട്ട് ആ ഒരു പെൻ ഡ്രൈവ് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവൻ അതെടുത്ത് ചോയുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കും. അപ്പൊ ചോയ് അത് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ജോൺ പറയുന്നത്, മര്യാദയ്ക്ക് ആ ഒരു പെൻ ഡ്രൈവ് ഇങ്ങതാ എന്നിങ്ങനെ പറയുമ്പോൾ ചോയ് പറയും, ഇല്ല സാർ പേടിക്കണ്ട, എന്തായാലും ഈ ഒരു ഫുട്ടേജിലെ ഡ്രൈവർ തന്നെയാണ് അവരെ കൊന്നതായിട്ട് വരത്തുള്ളൂ,
ഡ്രൈവർ എന്തായാലും ജയിലിൽ പോകും, നിങ്ങളുടെ മകൾ എന്തായാലും പുറത്തു വരും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജോൺ പറയും അതെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ ആ ഒരു പെൻ ഡ്രൈവ് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അവന്റെ പോക്കറ്റിലിട്ടിട്ട് അത് കഴിഞ്ഞ് ഇവര് നേരെ കോർട്ടിനകത്തേക്ക് പോവാണ്. അതുമല്ല ആ ഒരു ഫാൻ ബോയ് ഉണ്ടല്ലോ, അവനെ അടിച്ചപ്പോ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവൻ ഇപ്പോൾ കോർട്ടിനകത്തേക്ക് വരികയും ചെയ്യുന്നില്ല. അപ്പൊ അവൻ വരാത്തത് കൊണ്ട് ഈ ഒരു കേസിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം നോക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ചോയ് ആണെങ്കിൽ ഒരു നല്ല വക്കീലാണല്ലോ, അതുകൊണ്ട് തന്നെ നേരെ കിമ്മിനടുത്തേക്ക് ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അതുകൊണ്ട് നമ്മുടെ കിം എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പാർക്കിംഗ് സ്ഥലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആ ഒരു ജഡ്ജി കിട്ടി കാണിച്ചു കൊടുക്കുന്നതും ഇവർക്ക് കാര്യം മനസ്സിലായ ആ ഒരു പെൻ ഡ്രൈവ് നമ്മുടെ ജോണിന്റെ കയ്യിലാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ ജോണിനും വേറെ വഴിയില്ലാതെ ജഡ്ജി ചോദിച്ചത് കൊണ്ട് അത് കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ ആ ഒരു പെൻ ഡ്രൈവ് കൊടുക്കുന്നതും ഇതിപ്പോ അവിടെ പ്ലേ ചെയ്ത് കാണിക്കാണ്. അപ്പോഴാണ് സത്യത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് നമുക്കിപ്പോ കാണിച്ചു തരുന്നത്. ഇതുപോലെ യൂന ആ ഒരു പാർക്കിംഗ് സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു കാർ വരുന്നു. ആ ഒരു കാർ ആണെങ്കിൽ അവരെ ചെറുതായിട്ട് തട്ടുകയും ചെയ്യുന്നുണ്ട്. അവർ പെട്ടെന്ന് താഴേക്ക് ഒന്ന് വീഴുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു ആണിയിലൊരിക്കലും അവരുടെ തല ഇടിക്കുന്നില്ല, ചെറിയ രീതിയിൽ മാത്രമേ അവർ താഴെ വീഴുന്നുള്ളൂ. അതേസമയം ആ ഒരു കാർ നിർത്തിയിട്ട് കാറിൽ നിന്നും നമ്മുടെ ജോൺ ഇറങ്ങി വരുന്നു. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന ആ ഒരു സിംഗറിനെ നല്ലതുപോലെ തല കൊണ്ടുവന്ന ആ ഒരു ഭിത്തിയിലേക്ക് ഇടിച്ചിട്ട് അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതുമല്ല അവന് നല്ല ദേഷ്യമുണ്ട്. അപ്പോഴേക്കും അടുത്ത സീറ്റിൽ നിന്ന് മീര വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ജോൺ പറയുന്നുണ്ട് മര്യാദയ്ക്ക് വണ്ടിയിലേക്ക് കയറാൻ പറയുമ്പോൾ വണ്ടി ഓടിച്ചത് എന്തായാലും മീരയല്ല, വണ്ടി ഓടിച്ചത് എന്തായാലും ജോൺ ആണ്. അതുകൊണ്ട് ജോൺ തന്നെയാണ് അവരെ കൊന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ സത്യവും എല്ലാവർക്കും മനസ്സിലാവുന്നതും ഇത് കണ്ട മീരയാണെങ്കിലോ പെട്ടെന്ന് മയങ്ങി അങ്ങ് വീഴാണ്. അപ്പൊ എന്തായാലും ജോൺ പിടിക്കപ്പെട്ടു. അപ്പോഴേക്കാണ് ആ ഒരു വക്കീല് കിം ഉണ്ടല്ലോ, അവൻ വന്നിട്ട് പറയുന്നത് സത്യത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് എനിക്കിപ്പോ ഗസ് ചെയ്യാൻ കഴിയും. കാരണം അന്നത്തെ ദിവസം യൂനയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം ലീക്കായല്ലോ. അന്ന് യൂനയായാലും പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ അത്രയും സ്നേഹിച്ച ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന ആ ഒരു പെണ്ണ് നിങ്ങളെ ചതിക്കുവാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു ദേഷ്യം കാരണമാണ് നിങ്ങൾ അവളെ കൊന്നത്. എന്താ കറക്റ്റ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോണിന് ഒരൊറ്റ മറുപടി പോലും പറയാൻ കഴിയുന്നില്ല. അതോടെ തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കേസ് അവസാനിക്കുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോയ് ആണെങ്കിലോ നേരെ കിമ്മിനടുത്തേക്ക് വന്നിട്ട് കേസ് ജയിച്ചല്ലോ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ജയിച്ചെന്നു, നിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കേസ് എനിക്ക് ജയിക്കാൻ കഴിയത്തില്ലായിരുന്നു. നിന്റെ ക്ലയന്റ് ആണെങ്കിലും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം എന്നുള്ള ആ ഒരു ചിന്ത അതാണ് ഏറ്റവും വലിയ മനസ്സെന്നെല്ലാം പറഞ്ഞിട്ട് അവളെയും തിരിച്ച് അഭിനന്ദിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോയിയുടെ വീട്ടിലേക്ക് ഈ ഒരു ജോണിന്റെ ആളുണ്ടല്ലോ ഒരാൾ വന്നിട്ട് ഇതേപോലെ മേഡം ജയിലിലുള്ള ഞങ്ങളുടെ സാറിനെ വക്കീലായിട്ട് നിങ്ങൾ തന്നെയാണ് വേണ്ടത് എന്നും പറഞ്ഞ് ഫയലും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമ്മുടെ ചോയി ആ ഒരു ജോണിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് ചെല്ലാണ്. എന്നിട്ടാണ് പറയുന്നത് അപ്പൊ കൊല ചെയ്തത് നിങ്ങൾ തന്നെയാണ്, എന്നിട്ട് സ്റ്റാർട്ടിങ് മുതൽ എന്നോട് കള്ളം പറഞ്ഞു. അതുമല്ല ഇപ്പൊ എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ച് അവസാനം നിങ്ങളെ പിടിക്കപ്പെട്ടു, അതിന് കാരണവും ഞാനാണ്. എന്നിട്ട് വീണ്ടും എന്നെ തന്നെ ഈ ഒരു കേസ് വാദിക്കാനായിട്ട് വിളിച്ചു. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജോൺ ആണെങ്കിലോ ഒന്നും മിണ്ടാതെ ഓക്കെ താങ്ക്സ് എന്ന് മാത്രം ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം മീരയെ കാണിക്കുമ്പോൾ ആ ഒരു ഡ്രൈവർ അവളെ ഇപ്പൊ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാൻ. എന്നിട്ട് പറയും ഇനി മുതൽ നീ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്, നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും, ഫുഡെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടായി കഴിക്കേണ്ടത് നീയാണ്, നിനക്ക് ആവശ്യമുള്ളപ്പോ എല്ലാം പണം ഇവിടെ എത്തും എന്ന് പറഞ്ഞ ആ ഒരു ഡ്രൈവർ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കാണ് അവള് പെട്ടെന്ന് ആ ഒരു ഡ്രൈവറിനെ അവിടെ വിളിച്ചെടുത്തിട്ട് സത്യം പറയും അന്ന് യൂനയെ കൊന്നത് എന്റെ അച്ഛൻ തന്നെയാണോ, എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാനായിട്ട്? അല്ല ആ ഒരു CCTV-യിൽ കണ്ട അച്ഛനോട് ഉണ്ടായിരുന്ന ആ ഒരു പെണ്ണ് ഒരിക്കലും ഞാനല്ല, സത്യത്തിൽ അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയണം എന്നിങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രൈവർ ഇപ്പോ ഒരു ഫോൺ മാത്രം അവളുടെ കയ്യിൽ കൊടുക്കാണ്. ഇപ്പൊ മീരയ്ക്കും ഒന്നും അറിയാൻ കഴിയുന്നില്ല, അതേപോലെ തന്നെ നമ്മുടെ ചോയ്ക്കും ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിലൊരേ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അതെന്തോ ഒരു ഗോഡൌൺ ആണ്. അപ്പോ അതിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അത് ഏതൊരു ലൊക്കേഷൻ ആണ്. ആ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും അത് തായ്ലൻഡ് കാണിക്കുന്നു. അങ്ങനെ ഉടനെ തന്നെ ഇവർ രണ്ടുപേരും നേരെ തായ്ലൻഡിലേക്ക് ആ ഒരു ലൊക്കേഷൻ കാണിച്ചല്ലോ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലാണ്. നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഗോഡൌണുകൾ ഉണ്ട്. അങ്ങനെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഗോഡൌൺ ഏതാണെന്ന് നോക്കാണ്. അങ്ങനെ ഒരുപാട് നേരം നോക്കി അവസാനം ആ ഒരു ഗോഡൌണും കണ്ടുപിടിച്ചു. അതുമല്ല ആ ഒരു ഡ്രൈവർ കൊടുത്ത ആ ഒരു സെൽഫോണിന്റെ പുറകിലായിട്ട് ഒരു കീ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ ഒരു ഗോഡൌൺ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് വലിയൊരു സ്ഥലമാണത്. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും മീരയാണെങ്കിലോ നല്ലതുപോലെ കരയാൻ തുടങ്ങുന്നു. അതുമല്ല ചോയ് ആണെങ്കിലോ പെട്ടെന്ന് മീരയെ കെട്ടിപ്പിടിച്ചിട്ടാണ് ശരി നിന്റെ അച്ഛനെ പോയി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വീണ്ടും കൊറിയയിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ജോണിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും മീരയാണെങ്കിൽ അവളുടെ അച്ഛനെ കാണാനായിട്ട് ചെന്നിരിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നടുവിലുള്ളത് ആ ഒരു കണ്ണാടി മാത്രമാണ്. അപ്പൊ അവള് പറയുന്നുണ്ട് എന്താ അച്ഛൻ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് അച്ഛന്റെ കയ്യിൽ പണമുണ്ട്, വലിയ പദവിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അതിലും വിലയുള്ളത് നീയാണ്,
നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നും പറഞ്ഞിട്ട് അയാൾ സംസാരിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് കരഞ്ഞിട്ട് അച്ഛാ പോരുത് പ്ലീസ് എന്നെല്ലാം പറഞ്ഞ് അവൾ നല്ലതുപോലെ കരയാണ്. അപ്പോഴേക്കും ജോൺ ആയാലും മീര കരയരുത്, കഴിയുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണ്, അത് മാത്രം മതി എന്നും പറഞ്ഞ് ജോൺ ആണെങ്കിലും അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നു. ഇവിടെയാണ് ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ട്വിസ്റ്റ് വേറൊന്നുമല്ല. ആ ഒരു ഫാൻ ബോയ് ഉണ്ടല്ലോ, അവൻ യഥാർത്ഥ ആ ഒരു ഫൂട്ടേജ് നമ്മുടെ ജോണിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ജോൺ അതിട്ട് നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തില് ആ ഒരു സിംഗർ ആയിട്ടുള്ള യൂന എന്ന് പറഞ്ഞ ജോണിന്റെ ഭാര്യയെ കൊന്നത് മീരയാണ്. അവള് കുടിച്ചിട്ട് ആ ഒരു കാർ ഓടിച്ചാണ് അവരെ കൊണ്ടുവന്ന് ഇടിച്ച് ആ ഒരു ഇടിയിൽ ഈ ഒരു ലേഡി മരിക്കുന്നത്. പക്ഷെ മീരയാണെങ്കിൽ കുടിച്ചത് കൊണ്ട് അവൾ ഇതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് കാർ കൊണ്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ ജോൺ ആയാലും ഇത് കണ്ടിട്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. കാരണം ഒന്ന് തന്റെ മകള് ജയിലിൽ പോവും, രണ്ടാമത് അവൻ അത്രയും സ്നേഹിച്ച ഭാര്യ അവരും മരിച്ചു. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും തന്റെ മകളെ രക്ഷിക്കണം, അവൾ ഒരിക്കലും കുറ്റക്കാരി ആവരുതെന്നും പറഞ്ഞ് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ചെയ്യാൻ പോവാണ്. അതിലൊന്നാമതായിട്ട് ചെയ്യുന്നത് ചോയ് എന്ന് പറഞ്ഞ ആ ഒരു വക്കീലിനെ നിയമിക്കുന്നു. അവളാണെങ്കിൽ സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവൾക്ക് ഈ ഒരു പ്ലാനിനെ പറ്റിയൊന്നും അറിയത്തില്ല. അതുപോലെ ആ ഒരു ഫാൻ ബോയ് ആണെങ്കിലോ ഇവനെ യഥാർത്ഥ ഫുട്ടേജ് കൊടുത്തല്ലോ. ഇപ്പൊ ആ ഒരു കാര്യം മറ്റാരും അറിയരുത്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മീരയ്ക്ക് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇടയിൽ ഒരു 2-3 ദിവസം ഇവൻ തായ്ലൻഡിൽ പോണെന്നും പറഞ്ഞിട്ട് പോയിരുന്നല്ലോ. ഇപ്പൊ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നെന്ന് വെച്ചാല് അവിടെ വലിയൊരു ഗോഡൌൺ റെന്റിനെടുത്തിട്ട് അതിനകത്ത് മരിച്ചുപോയ യൂനിയുടെ അപ്പാർട്ട്മെന്റിലെ ആ ഒരു പാർക്കിംഗ് സ്ഥലം ഉണ്ടല്ലോ, അതുപോലെ ഒരു സെറ്റ് തന്നെ അവിടെ നിർമ്മിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ക്യാമറ ഉൾപ്പെടെ എല്ലാ പൊസിഷനും കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് മീരയെ പോലെയും കൂടാതെ ആ ഒരു സിംഗറിനെ പോലെയും രൂപസാദൃശ്യമുള്ള സ്ത്രീകളെല്ലാം കൊണ്ടുവന്ന് അതുപോലെ ഒരു ആക്സിഡന്റ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അതില് യൂനെ കൊല്ലുന്നത് നമ്മുടെ ജോൺ എന്നുള്ള രീതിയിൽ അവരത് വരുത്തി തീർത്ത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത ആ ഒരു ഫൂട്ടേജ് ആണ് ഇപ്പൊ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ ആ ഒരു ഫാൻ ബോയ് ആണെങ്കിലും നമ്മുടെ ജോണിനെ സഹായിക്കുകയാണ്. ഇതുപോലെ തന്റെ കയ്യിൽ ആ ഒരു ഫൂട്ടേജ് ഉണ്ട്, അത് കൊണ്ടുവരാൻ പോകുന്നെന്ന് പറഞ്ഞ് ഈ ഒരു ഫൂട്ടേജ് ആണ് സത്യത്തിൽ അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ ആ ഒരു ഡ്രൈവർ യൂനെ അടിക്കാൻ ഓങ്ങുന്നത് പോലെയെല്ലാം അത് നമ്മുടെ വക്കീലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ വെറുതെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജോൺ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളതും. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ വെച്ചിട്ട് അവന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു പെൻഡ്രൈവ് അവരെടുത്ത് ഇതാണ് റിയൽ ആയിട്ടുള്ള ഫൂട്ടേജ് എന്നും പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തുള്ളൂ. അപ്പൊ തന്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജോൺ ഇത്രയും കാര്യങ്ങൾ ചെയ്തതും ഇപ്പോൾ ജയിലിലുള്ളതും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ മീരയാണെങ്കിലും പൊട്ടിക്കരയുന്നത്. കാരണം അവൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി. അതേപോലെ തന്നെ വക്കീലായിട്ടുള്ള ചോയ്ക്കും മനസ്സിലായി തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഒരച്ഛൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൂവി. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.